നമുക്കിനി മധ്യകേരളത്തിലെ വിവരങ്ങളുമായി പ്രദീപ് ജോസഫ് നമുക്കൊപ്പമുണ്ട്. പ്രദീപിലേക്ക് പോകാം. പ്രദീപ്, ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിന്റെ ഒരു പാറ്റേൺ LDFന് അനുകൂലമായാണ്. അതിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് മധ്യകേരളത്തിലും ഉള്ളത്. അവിടെ കോർപ്പറേഷൻ LDF, ജില്ലാ പഞ്ചായത്ത് UDF എന്ന നിലയ്ക്കാണ്. അവസാന സമയത്തെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ എങ്ങനെയാണ്? എത്രത്തോളമായിട്ടുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും മറ്റു കാര്യങ്ങളുമൊക്കെ? മധ്യകേരളത്തെക്കുറിച്ച് പറയുമ്പോൾ പൊതുവിൽ പറയുന്നത് UDFന്റെ കോട്ട എന്നാണ്. അങ്ങനെ UDFന്റെ കോട്ട എന്നാണ് മധ്യകേരളം പൊതുവിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് എങ്കിൽ തന്നെ 2020 നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നോക്കിയാൽ നമുക്ക് കാണാം മധ്യകേരളത്തിലെ 5 ജില്ലകളിലും കാര്യമായ മുൻതൂക്കം ഉണ്ടാക്കാനായത് LDFനായിരുന്നു. അതൊരു പക്ഷേ അതാത് പ്രദേശങ്ങളിൽ അവർ സ്വീകരിച്ച വിഷയങ്ങൾ കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ മേന്മ കൊണ്ടായിരിക്കാം. എന്തായിരുന്നാലും ഇത്തവണയും അതേ നേട്ടം നിലനിർത്താനാകുമെന്നാണ് LDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട്. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായിട്ടായിരിക്കും വിജയം നൽകുക എന്നാണ് UDF നേതാക്കൾ ഉറപ്പ് പറയുന്നത്. UDFന്റെ കോട്ടയെന്നാണ് എറണാകുളം അറിയപ്പെടുന്നത്. അവിടെ MLAയും MPയും ഒക്കെ കാലങ്ങളായി UDF സ്ഥാനാർത്ഥികൾ മാത്രമാണ്. പക്ഷേ കൊച്ചി നഗരസഭ ഇപ്പോൾ ഭരിക്കുന്നത് ഇടതുമുന്നണിയാണ്. അതും സ്വതന്ത്രരെ ഒപ്പം കൂട്ടി, അല്ലെങ്കിൽ അവരുടെ പിന്തുണയോടുകൂടിയാണ് LDF കൊച്ചി നഗരസഭ ഭരിക്കുന്നത്. 2015-ലും 2010-ലും UDF ആയിരുന്നു നഗരസഭ ഭരിച്ചിരുന്നത്. പക്ഷേ ആകെ 74 സീറ്റുകൾ ഉള്ളതിൽ 37 സീറ്റുകൾ സ്വതന്ത്രരുടെ സഹായത്തോടെ LDFനുണ്ട്. 31 സീറ്റുകളാണ് UDFന് ഉള്ളത്. ഒരു സ്വതന്ത്രനുണ്ട്. കൂടാതെ BJPക്ക് 5 കൗൺസിലർമാരുണ്ട്. അതേസമയം നഗരസഭകളിലേക്ക് വരികയാണെങ്കിൽ എറണാകുളം ജില്ലയിൽ 4 നഗരസഭകൾ മാത്രമാണ് ഇടതിന് ഒപ്പമുള്ളത്. കോതമംഗലം, പിറവം, തൃപ്പൂണിത്തുറ, ഏലൂർ എന്നീ നഗരസഭകൾ ഇടതിന് ഒപ്പം നിൽക്കുന്നു. ബാക്കി നഗരസഭകൾ എല്ലാം UDFന് ഒപ്പമാണ്. എറണാകുളം ജില്ലാ പഞ്ചായത്ത് UDFനൊപ്പമാണ്. പഞ്ചായത്തുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ആകെ 84 പഞ്ചായത്തുകളാണ് എറണാകുളം ജില്ലയിലുള്ളത്. ഇതിൽ 48 എണ്ണം UDFന് ഒപ്പമാണ്. 32 എണ്ണം LDFന് ഒപ്പമാണ്. 4 ഗ്രാമപഞ്ചായത്തുകൾ 2020ക്ക് ഒപ്പം നിൽക്കുന്നു. 2020 നമുക്ക് എഴുതിത്തള്ളാനാവുകയില്ല. കാരണം 2015 തെരഞ്ഞെടുപ്പിൽ കിഴക്കമ്പലം പഞ്ചായത്ത് മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷേ 2020 ആയപ്പോഴേക്കും പഞ്ചായത്തുകളുടെ എണ്ണം 4 അവർ ഉയർത്തിയിരിക്കുന്നു. 2025 ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ പഞ്ചായത്തുകൾ 2020 സ്വന്തമായി പിടിച്ചേക്കാം. ഇത്തവണ സംസ്ഥാന തലത്തിൽ 1000 സീറ്റുകളിലാണ് 2020 മത്സരിക്കുന്നത് എന്നുള്ള കാര്യവും കണക്കിലെടുക്കേണ്ടതുണ്ട്. ആലപ്പുഴ ജില്ലയിലേക്ക് വരികയാണെങ്കിലും LDFനാണ് നിലവിൽ മുൻതൂക്കം. അതേസമയം BJPയെ എതിർക്കുന്നതിന് വേണ്ടി 5 ഗ്രാമപഞ്ചായത്തുകളിൽ ആലപ്പുഴയിൽ LDFും UDFും ഒക്കെ പരസ്പരം സഹായിച്ച് ഒരു പരസ്പര സഹകരണത്തോടെ പോകുന്ന പഞ്ചായത്തുകൾ ഉൾപ്പെടെയുണ്ട്. ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യത്തിലായിരുന്നാലും ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ആലപ്പുഴയിൽ LDFന് തന്നെയാണ് മുൻതൂക്കം. ഇടുക്കി ജില്ലയിലേക്ക് വരികയാണെങ്കിൽ 2 നഗരസഭകളാണുള്ളത്. ഒന്ന് എന്നുള്ള നിലയിലായിരുന്നു ഈ നഗരസഭകൾ ആദ്യം നിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഭരണം അവസാനിക്കുമ്പോൾ 2 നഗരസഭകളും UDFന്റെ കൈവശമാണ്. അതേസമയം ഗ്രാമപഞ്ചായത്തുകളിൽ LDFന് മുൻതൂക്കമുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടെ മുൻതൂക്കം. തൃശ്ശൂർ ജില്ലയാണ് ഏറ്റവും നിർണായകമായ ഒന്ന്. നമുക്കറിയാം BJPക്ക് ആദ്യമായി ഒരു ലോക്സഭാ MPയെ കേരളത്തിൽ നിന്ന് കിട്ടിയത് തൃശ്ശൂരിലായിരുന്നു. ആ പഞ്ച് നിലനിർത്താൻ BJPക്ക് കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയുണർത്തുന്ന ചോദ്യം. ഒപ്പം തൃശ്ശൂർ മേയറായ MK വർഗീസിന്റെ നിലപാടുകൾ തന്നെ പലപ്പോഴും സംശയിക്കപ്പെടുന്നതാണ് എന്ന് പറയാം. നേരത്തെ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. ഇത്തവണ ഇടതുമുന്നണിക്ക് വേണ്ടിയാണ് അധികാരത്തിലെത്തിയിരിക്കുന്നത്. അദ്ദേഹം BJPയിലേക്ക് പോകുമോ ഇല്ലയോ എന്നതടക്കമുള്ള ചില ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയാണ് എങ്കിൽ ഇരിങ്ങാലക്കുട ഉൾപ്പെടെയുള്ള മേഖലകളിൽ അത് മാറ്റങ്ങൾ വരുത്തി വെച്ചേക്കാം. മാത്രമല്ല നമുക്കറിയാം സംസ്ഥാനത്തെ പല സഹകരണ ബാങ്കുകളും ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന മേഖലയാണത്. അവിടെയൊക്കെ അഴിമതിയും കൊള്ളയും നടന്നിരുന്ന വാർത്തകളും അറസ്റ്റും ഒക്കെ പുറത്തു വന്നിരുന്നു. അത്തരം കാര്യങ്ങൾ കൂടി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായി മാറിയേക്കാം. കോട്ടയം ജില്ലയെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടതാണ്. കാരണം കേരള കോൺഗ്രസ് എമ്മിൻ്റെ സാന്നിധ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണിക്ക് അങ്ങേയറ്റം അനുകൂലമായി ഗുണം ചെയ്തിരുന്നു. അത് അവർ പല വേദികളിലും അവകാശപ്പെടുകയും ഇടതുമുന്നണി ഉൾപ്പെടെ അത് സംബന്ധിച്ച് കൊടുക്കുകയും ചെയ്തിരുന്നു. കൂടാതെ PC ജോർജിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ജനപക്ഷം BJPയിലേക്ക് വന്നതിന് ശേഷം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണിത്. കോട്ടയം ജില്ലയിൽ പല പ്രദേശങ്ങളിൽ നിന്നും നേരത്തെ UDFലും CPMലും ഒക്കെ ഉണ്ടായിരുന്ന ആളുകളെ അടർത്തി മാറ്റി ഇതിനോടകം തന്നെ BJPയിൽ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനാകുമെന്നാണ് BJP ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല കോട്ടയം ജില്ലയിൽ 2 പഞ്ചായത്തുകളിൽ മുത്തോലിയിലും പള്ളിക്കത്തോടിലും നിലവിൽ BJP ഭരിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങൾ ഒക്കെ കണക്കിലെടുക്കുമ്പോൾ നിലവിൽ കണക്കനുസരിച്ച് LDFന് കാര്യമായ മുൻതൂക്കം നേടാനായിട്ടുണ്ട്. അതായത് ഗ്രാമപഞ്ചായത്തുകളിൽ തന്നെ പകുതിയിലധികം പഞ്ചായത്തുകൾ LDFന്റെ കൈവശമുണ്ട്. നഗരസഭയിൽ മികച്ച മുന്നേറ്റം പലതിലും അവർക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ കാരണങ്ങൾ കൂടിയാകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കോട്ടയം ജില്ലയെ സംബന്ധിച്ചും അങ്ങേയറ്റം നിർണായകമായി മാറുകയാണ്.
പാലക്കാട് ജില്ലയിലും നമുക്കറിയാം ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടം വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ടേക്കാം. അങ്ങനെയൊക്കെ വന്നാൽ അതിന്റെ പ്രതിഫലനങ്ങൾ ഏത് തരത്തിലാകുമെന്ന് പറയുക വയ്യ. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പാലക്കാടിനെ സംബന്ധിച്ച് അങ്ങേറ്റം നിർണായകമാണ്. പാലക്കാട് നഗരസഭകൾ പരിശോധിക്കുമ്പോൾ BJPക്കും UDFനും ഓരോ നഗരസഭകളും LDFന് 5 നഗരസഭകളുമാണ് ഉള്ളത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്ത പരിപാടിയിൽ BJPയുടെ പാലക്കാട് നഗരസഭാ അധ്യക്ഷ പങ്കെടുത്തതും അത് പിന്നീട് വളരെ വലിയ വിവാദമായി മാറുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിൻ്റെയൊക്കെ പ്രതിഫലനം എങ്ങനെയായിരിക്കും എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. എന്തായിരുന്നാലും മധ്യകേരളത്തിൽ ചർച്ച ചെയ്യാൻ വിഷയങ്ങൾ ഏറെയുണ്ട്. അതല്ലെങ്കിൽ വോട്ട് ചെയ്യും മുൻപ് ജനങ്ങൾക്ക് ചിന്തിക്കാൻ വിഷയങ്ങൾ ഏറെയുണ്ട്. ആ വിഷയങ്ങൾ ഒക്കെ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ ഇല്ലയോ എന്നതാണ് കണ്ടറിയേണ്ടത്. എന്തായിരുന്നാലും കഴിഞ്ഞ തവണത്തെ ഫലമനുസരിച്ച് ഇത്തവണ മധ്യകേരളത്തിലെ ഫലം ഒരു മുൻകൂട്ടി പ്രവചനത്തിന് അത്ര എളുപ്പമല്ല. കാരണം സാഹചര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുന്നു. പുതുതായി ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില ഘടകങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മുന്നണികളും കോപ്പുകൂട്ടി തന്നെയാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്.